ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാവക്ക അങ്ങനെ പൊതുവേ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് അല്ലേ. പിള്ളേരൊക്കെ അത് ഒട്ടും കഴിക്കില്ല, കയ്പ്പായതുകൊണ്ട്. അപ്പോൾ പിള്ളേർക്ക് അധികം എന്നല്ല, തീരെ കയ്പ്പില്ലാത്ത രീതിയിൽ ഇത് വെള്ളം തിളപ്പിച്ച് കളയണ്ട, ഒന്നും ചെയ്യാണ്ട് നമ്മൾ സാധാരണ വെക്കണ പോലെ നമുക്ക് പാവക്ക കറി വെക്കാം. ഞാനപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും, പിള്ളേരൊക്കെ കഴിച്ചോളും. ഞാൻ സാധാരണ കണ്ടേക്കണത് ചിലവർ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കഴുകിയെടുക്കും, ചിലവർ പാവക്ക തിളപ്പിച്ച് ഊറ്റിക്കളയും. അപ്പോഴൊക്കെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫലം നഷ്ടപ്പെടുന്നതാണ്. ശരിക്കും നമുക്ക് പാവയ്ക്കയിൽ നിന്ന് അയണാണ് കിട്ടണത്. നമ്മളിത് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നെ കുക്ക് ചെയ്യണോണ്ട് ആ പാവക്ക വെറുതെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് പിന്നെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് പാവക്കക്കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 പാവക്ക, 1 തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 കപ്പ് തേങ്ങ, 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് നമ്മുടെ പുളിയാണ് കേട്ടോ, വാളംപുളി. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണേണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് നമ്മളുടെ കറിച്ചട്ടി എടുക്കാം. കറിച്ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കുക. പാവക്ക, പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇടാം. ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ടേക്കണത്. ഉപ്പ് എനിക്ക് എപ്പോഴും കൂടിപ്പോണ ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ കറിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുളി എടുത്ത് വെച്ചിട്ടില്ലേ, ഇത് നമുക്ക് നല്ലോണം ഇതിൻ്റെ വെള്ളം എടുക്കുക. പുളി നല്ലോണം ചാലിച്ചിട്ട് ഈ വെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ പുളിവെള്ളത്തിൽ കിടന്നാണ് നമ്മുടെ പാവക്ക വേവണത്. അപ്പോൾ അതിൻ്റെ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ പുളിവെള്ളമാണ് ഇതിൻ്റെ മെയിൻ. ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേവുമ്പോഴാണ് പാവക്കട കയ്പില്ലാതെ ആവണത്. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിന് എന്തോരം വെള്ളവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാണ്ട്. ഇനി നമുക്ക് അടപ്പ് കത്തിക്കാം. അപ്പോൾ പാവക്ക അടപ്പത്ത് ഇട്ടിട്ടുണ്ട്. അത് ഗ്യാസ് കത്തിച്ച് അത് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഈ അടുപ്പിലോട്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കാനായിട്ടൊരു പാൻ വെക്കണേണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തേങ്ങ ഒന്ന് ഇട്ട് ചൂടാക്കി എടുക്കും. അപ്പോൾ ആ തേങ്ങയുടെ ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ തേങ്ങ നമുക്ക് നല്ലോണം ചൂടാക്കിയെടുക്കാം. നമുക്ക് മനസ്സിലാവും തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം തേങ്ങ മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് അത് മൊരിയാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ദേ ഇവിടെ നമ്മുടെ പാവക്ക നല്ലോണം തിളക്കുന്നുണ്ട്. പാവക്കയുടെ കയ്പിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ലോണം തിളച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ പൊടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇടാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ചേക്കണ പൊടികളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടണതാണ്. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ചൂടിൽ ആ പൊടികളിരുന്ന് ആയിക്കോളൂ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്കണേന് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടത് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാവക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വറുത്ത് വെച്ചേക്കണ തേങ്ങയൊക്കെ നമുക്ക് ഇതിലോട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യണതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ നല്ല കളിയാണ് കേട്ടോ. ഇവിടെ നല്ല കളിയാണ്. അതിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയണതൊന്നും കേൾക്കണില്ല. ഐസ ചെയ്യല്ലേ, ഞാനോ കളിക്കണേ പാത്രങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ പാവക്കുള്ള തേങ്ങ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കണ പാവക്കയിലോട്ട് ഒഴിക്കണേ. അപ്പോൾ ഞാൻ ആ അരപ്പ് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളക്കണം കിടന്ന്. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളക്കണം. നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് താളിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വേപ്പിലിടാണ്. അതിൽ നമുക്ക് 2 ഉണക്കമുളകും കൂടി ഇട്ട് താളിക്കാം. അപ്പം ഞാനത് ഈ കറിയിലോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല കറിയായിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒട്ടും കയ്പില്ലാതെ നല്ല രസത്തിന് പാവക്കയില ഫലങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി. അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സീ യു.